ഇന്ന് നമ്മൾ എന്താ തയ്യാറാക്കണമെന്നറിയോ? ടീ കേക്കാണ് കേട്ടോ. അതും വെറും ടീ കേക്കല്ല, പൈനാപ്പിളിൻ്റെ ടീ കേക്കാണ്. നല്ല സൂപ്പറായിരുന്നു കേട്ടോ പൈനാപ്പിൾ ടീ കേക്ക്. പിന്നെ വേഗം ഉണ്ടാക്കാനും പറ്റും, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഇതിന് അവൻ വേണ്ട, ബീറ്റർ വേണ്ട, അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ മിക്സിയിൽ അടിച്ചിട്ട് ഏതെങ്കിലും ഒരു കട്ടിയുള്ള പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം. കണ്ടില്ലേ, ഉള്ളിലൊക്കെ നിറച്ചും പൈനാപ്പിളിൻ്റെ പീസസാണ് കേട്ടോ. 1 കിലോ പൈനാപ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. നല്ല കേക്കായിരുന്നു. പൈനാപ്പിൾ എന്തിലിട്ടാലും നല്ല മണമല്ലേ. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1 കിലോ പൈനാപ്പിളാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ആ പൈനാപ്പിൾ കട്ട് ചെയ്യണതിന് മുമ്പ് നന്നായിട്ട് ഒന്ന് കഴുകിക്കോളും. കാരണം അവിടെ ഇവിടെയൊക്കെ കിടന്നിട്ട് വരുന്നതല്ലേ. അപ്പോൾ ആ മുള്ളിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ബ്രഷ് കൊണ്ടൊന്ന് കഴുകിയിട്ട് അത് കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് നമ്മൾ കട്ട് ചെയ്താൽ മതി. പിന്നെ കട്ട് ചെയ്ത ശേഷം നമുക്ക് കഴുകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നന്നായി ക്ലീൻ ആക്കിയിട്ട് കട്ട് ചെയ്തോളൂ കേട്ടോ. ഇതാണ് നമ്മുടെ പൈനാപ്പിൾ ക്ലീനാക്കി നല്ല കുട്ടപ്പനാക്കി കൊണ്ടുവച്ചതാണ് കേട്ടോ. കട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ നടുവിലത്തെ സാധനങ്ങളൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ 2 കപ്പ് പൈനാപ്പിളാണ് നമുക്ക് ആവശ്യമുണ്ടായിരുന്നത് കേട്ടോ. ഇതൊന്ന് വിളയിച്ചെടുക്കാനാണ്. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ഇട്ടു. പിന്നെ നമുക്ക് വെള്ളം വേണം. വെള്ളത്തിന് പകരം നമ്മൾ ഈ പൈനാപ്പിളിൻ്റെ തന്നെ ജ്യൂസ്. അപ്പോൾ 1 കപ്പ് പൈനാപ്പിൾ എടുത്ത് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു. ആ ജ്യൂസാണ് ഇത് കേട്ടോ. അപ്പോൾ 1 കപ്പ് ജ്യൂസും കൂടെ ചേർത്ത് നമ്മളിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പൈനാപ്പിൾ നേരിട്ട് ചേർക്കണേക്കാളും സ്വാദുണ്ട് ഇങ്ങനെ ചേർക്കുമ്പോൾ. അങ്ങനെ നന്നായിട്ട് തിളച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ വറ്റി വന്നു. കുറച്ച് വെള്ളം അതിലിരുന്നോട്ടെ, തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കട്ട് ചെയ്യിക്കോളൂ. പിന്നെ നമുക്ക് പഞ്ചസാര 1 കപ്പ് പൊടിച്ചു വയ്ക്കണം. അപ്പോൾ ഇത് ബ്രൗൺ ഷുഗറാണ് കേട്ടോ. സാധാ പഞ്ചസാരയിൽ മതി. ഇതെന്നാൾ നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ബ്രൗൺ ഷുഗർ വാങ്ങിച്ചത് കൂടുതലുണ്ടായതാണ്. പിന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ശരിയാക്കി വയ്ക്കാം. അതിനായിട്ട് 2 കപ്പ് മൈദ എടുത്തു. അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അരിച്ച് വയ്ക്കുക. ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് വയ്ക്കുന്നത് നല്ലതാട്ടോ. ഇതിപ്പോൾ 1 പ്രാവശ്യം അരിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ മറ്റേതിലേക്ക് മിക്സിയിലേക്ക് ഇടുമ്പോഴാണ് അരിച്ചത്. പിന്നെ നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ശരിയാക്കാം. അതിനായിട്ട് 4 മുട്ട വേണം കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. തണുത്ത സാധനങ്ങളൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് സാധനവും നമ്മുടെ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. അപ്പോൾ മുട്ട ഈ മിക്സിയിൽ ഇട്ടിട്ട് ഹൈ സ്പീഡിൽ 30 എണ്ണ നമ്മൾ മനസ്സിൽ ആ 30 എണ്ണ വരെ അടിച്ചെടുക്കുക. ഹൈ സ്പീഡിൽ അത്ര സമയം അടിച്ചാൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുകയാണ്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ മറ്റേ എന്താ പറയുക പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കേട്ടോ. പക്ഷേ ആ എസൻസ് ഒഴിക്കണ വീഡിയോ കട്ടായി തോന്നുന്നു. അത് എടുക്കാൻ പറ്റില്ല, അത് കണ്ടില്ല. പിന്നെ അതിലേക്ക് നമ്മുടെ പൊടിച്ചു വെച്ച പഞ്ചസാര ചേർക്കുക. അപ്പോൾ പഞ്ചസാര സാധാ പഞ്ചസാരയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ചേർത്തിട്ട് ഇതുപോലെ തന്നെ 30 എണ്ണ വരെ ഹൈ സ്പീഡിലിട്ടിട്ട് ഒന്നും കൂടെ അടിച്ചു കൊണ്ടുവരിക. അങ്ങനെ അടിച്ചു കൊണ്ടുവന്ന് അതിലേക്ക് നമ്മളിനി ഓയിലാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ 1 കപ്പ് ബട്ടറാണ് കേട്ടോ ഒഴിച്ചത്. നമുക്ക് സൺഫ്ലവർ ഓയിലോ ഓലിവ് ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിക്കാം, നമ്മുടെ വീട്ടിലുള്ളത്. അങ്ങനെ അത് അടിച്ചു കൊണ്ടുവന്നു. പിന്നെ നമ്മൾ മിക്സിങ് തുടങ്ങുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ വിളയിച്ച് വെച്ച പൈനാപ്പിൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തണുത്തു കേട്ടോ. ചൂടൊക്കെ പോയി തണുത്തു. അപ്പോൾ ഒന്നും കൂടെ കട്ടിയായില്ലേ. പിന്നെ അതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പൈനാപ്പിളും മിക്സും കൂടെ യോജിക്കട്ടെ. പിന്നെ ഇനി പണിയൊന്നുമില്ല. നമ്മളൊരു അരിപ്പ വെച്ചിട്ട് ഇപ്പോൾ നേരത്തെ 1 പ്രാവശ്യം അരിച്ചോളൂ. അതുകൊണ്ട് വീണ്ടും 1 പ്രാവശ്യം അരിപ്പയുടെ ഉള്ളിക്കൂടെയാണ് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ 3 പ്രാവശ്യം അരിച്ചതാണെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് കോരി ഇട്ടാൽ മതി, കുഴപ്പമില്ല. ഇനി ഇത് ഒരു വിസ്ക് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വിസ്ക് ഇല്ലെങ്കിൽ സ്പൂൺ കൊണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാൻ എല്ലാം നന്നായിട്ട് യോജിച്ചാൽ മതി. പതുക്കെ പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഒരു 2-3 ബാച്ചായിട്ടാണ് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തത് കേട്ടോ.
ഒന്നായിട്ട് പൊടിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് യോജിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് 2-3 പ്രാവശ്യമായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അലുമിനിയം പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ മീഡിയത്തിനേക്കാളും കുറച്ചും കൂടെ കൂട്ടിയിട്ട്, വലിയ ബർണറാണെങ്കിൽ, ചെറിയ ബർണറാണെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചോ. അങ്ങനെ 15 മിനിറ്റ് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പാത്രം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യാൻ നിന്നത്. അപ്പോൾ അതവിടെ ഇരുന്ന് ചൂടാവട്ടെ. അതായത് നമ്മുടെ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി മറ്റേ വിസ്ക് വേണ്ട. ഇനി നമ്മൾ ഈ സ്പാച്ചില കൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഇനി ഇളക്കി ഒന്നും കുത്തി ഇളക്കൊന്നും വേണ്ട. ഇത്ര മതി കേട്ടോ. അത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേക്ക് ടിൻ എടുക്കുക. ഇത് വലിയ കേക്ക് ടിന്നാണ് കേട്ടോ. 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. കാരണം ഇത് കുറേ ഉണ്ടല്ലോ. അപ്പോൾ ചെറിയ കേക്ക് ടിന്നാണെങ്കിൽ 2 എണ്ണത്തിലാക്കിയിട്ട് നമുക്ക് 2 പാത്രത്തിൽ വെച്ചാൽ മതി. ഇത് ഒറ്റ ട്രിപ്പിന് കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ ടിന്നിൽ വെച്ചതാണ്. അപ്പോൾ ചെറിയ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ പകുതി അളവ് എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇത്ര അളവ് തന്നെ 2 പാത്രത്തിലൊഴിച്ച് 2 ചെറിയ കേക്കുകളാക്കാം. ഇത് ഒഴിക്കണതും വിട്ടുപോയി. അങ്ങനെ നമ്മളത് അതിലൊഴിച്ച് കുറച്ച് പൈനാപ്പിളിൻ്റെ പീസസ് അതിൻ്റെ അടിയിലൊന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതേ നമ്മുടെ ഈ അലുമിനിയം പാത്രത്തിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതാണ് ചൂടാക്കാൻ വെച്ചിരുന്നത്. അതിലേക്ക് നമ്മുടെ മിക്സ് ഇറക്കി വെച്ചു. പെട്ടെന്ന് തന്നെ നമ്മളത് അടച്ചു കേട്ടോ. അടച്ചിട്ട് സൈഡിലൊന്നും ഗ്യാപ്പ് ഇല്ലാണ്ട് നോക്കിക്കോളൂ. അപ്പോൾ അതിന് ശരിക്കുള്ള ലിഡ് ഉണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെ ചൂടൊന്നും പുറത്തു പോവില്ല. അങ്ങനെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിതേ തുറക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഗ്യാപ്പൊക്കെ പോകാനാണ് ഈ വെയിറ്റും കയറ്റി വെച്ചത്. 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചത് കേട്ടോ. 30 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. നമ്മൾ കുത്തി നോക്കുക ഉള്ളു വെന്തിട്ടുണ്ടോയെന്ന്. ഇത് വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ അടച്ചു വെച്ചു. അതേ ഫ്ലെയിമിൽ തന്നെ വെച്ചത് കേട്ടോ. പിന്നെ നമ്മളൊരു 10 മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ആയിട്ടുണ്ടായിരുന്നില്ല. ഇത് പിന്നെ ഒരു 5 മിനിറ്റ് കൂട്ടി വെച്ചു. അപ്പോൾ മൊത്തം 30, 10, 5 അപ്പോൾ 45 മിനിറ്റ് ആയപ്പോഴാണ് ഇത് കറക്റ്റ് വെന്തത്. പിന്നെ ഇത് കുറച്ചധികം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുത്തി നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു എല്ലാം. അതിലൊന്നും പിടിച്ചില്ല. 2-3 സ്ഥലത്തൊക്കെ ഇങ്ങനെ കുത്തി നോക്കുക ഓരോ ഭാഗം വെന്തിട്ടുണ്ടോന്നേ. അപ്പോൾ ഇത് കറക്റ്റായി. അങ്ങനെ 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക്, പൈനാപ്പിൾ ടീ കേക്ക് റെഡി. അങ്ങനെ ഇറക്കിയിട്ട് നമ്മളൊരു ടവലുകൊണ്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെക്കുക. അങ്ങനെ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ചൂട് കുറഞ്ഞത് കേട്ടോ. ചൂട് കുറഞ്ഞപ്പോൾ വേഗം തന്നെ ലൈറ്റ് പോണതിൽ മുമ്പായിട്ട് കട്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ ഇരുട്ടാവുമ്പോൾ കട്ട് ചെയ്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഡേ ലൈറ്റ് പോണതിൽ മുമ്പ് കട്ട് ചെയ്താൽ. അപ്പോൾ ഇത് ചെറുതായിട്ടൊരു ചൂടൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് തണുത്തിട്ടൊന്നുമില്ല. ചെറിയൊരു ചൂടുണ്ടായിരുന്നു. തണുത്തിട്ടാണ് കൂടുതൽ സ്വാദ് ഉണ്ടാവുക കഴിക്കാനൊക്കെ കേക്ക്. പക്ഷേ ഇതിവിടെ ലൈറ്റ് പോകണം അല്ലെങ്കിൽ രാത്രിയായാൽ കട്ട് ചെയ്താൽ പിന്നെ ഭംഗി ഉണ്ടാവില്ല. ലൈറ്റൊന്നും ശരിയല്ലാണ്ട്. അതുകൊണ്ട് വേഗം മുറിച്ചതാണ്. കുറച്ച് ചൂടുണ്ടായാലും മുറിച്ച് നോക്കിയതാണ്. അപ്പം ഇങ്ങനെ എല്ലാം അതിൻ്റെ പേപ്പറൊക്കെ കളഞ്ഞു. ഇനി അടിയിലത്തെ പേപ്പറുണ്ട്. അപ്പോൾ നമ്മൾ അടിയിലിട്ട ആ പൈനാപ്പിൾ പീസസാണ് ഈ കിടക്കുന്നത് കേട്ടോ. അതിനൊന്നും വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ മുറിച്ച് നമ്മുടെ ടീ കേക്ക് റെഡിയായി. ചെറിയ ചൂടുള്ളതാണ് ഇത്. തണുത്തിട്ട് കഴിച്ചാൽ മതി കേട്ടോ. തണുക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ് ഉണ്ടാവുക. അപ്പോൾ ഈ ടീ കേക്ക് ഇഷ്ടപ്പെട്ടാ? അപ്പോൾ പൈനാപ്പിൾ ഇപ്പോൾ നല്ല ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ പൈനാപ്പിൾ വാങ്ങിച്ചിട്ട് ഒരു ഇത്ര ബാറ്റർ കൊണ്ട് 2 കേക്ക് ചെറുതുണ്ടാക്കാം കേട്ടോ. ഇത് മൊത്തം വലിയ ട്രൈ ആയതുകൊണ്ടും എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചതാണ്. അപ്പോൾ എന്താണ്, കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.